OnePlus ഒരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ പോകുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയ അന്നു മുതൽ OnePlus ആരാധകർ കാത്തിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. OnePlus ആരാധകർ മാത്രമല്ല, സ്മാർട്ട് ഫോൺ പ്രേമികളാകെ കാത്തിരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് OnePlus നോഡ് എന്ന ഫോൺ. ഇപ്പോൾ ആ കാത്തിരിപ്പുകൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് ഒടുവിൽ OnePlus ഇന്ന് അല്പം സമയത്തിന് മുമ്പ് OnePlus നോഡ് എന്ന സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നു. ഈ ഒരു ഫോണിൻ്റെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് 5G സപ്പോർട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5G സപ്പോർട്ടുള്ള ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോണായി മാറുകയാണ് ഇപ്പോൾ OnePlus നോഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ ഇതിനകത്ത് നൽകിയിരിക്കുന്ന പ്രോസസ്സർ 5G സപ്പോർട്ടുള്ള ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ മിക്ക സ്പെസിഫിക്കേഷനുകളും നേരത്തെ തന്നെ പുറത്ത് ലീക്കായിരുന്നു. അതുപോലെ ഇതിൻ്റെ ചില ചിത്രങ്ങളും ഇത്തരത്തിൽ ഓൺലൈനിലൊക്കെ ലീക്കായിരുന്നു. നമ്മൾ തന്നെ ഈ ഒരു ചാനലിലൂടെ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിരുന്നതുമാണ്. അതുപോലെ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഒരു ഫോൺ 3 റാം വേരിയൻറ്റുകൾ ലഭ്യമാകും എന്നാണ് അറിയുന്നത്. 6GB റാം, 8GB, 12GB. അതുപോലെ LPDDR4X റാം ആയിരിക്കും ഈ ഒരു ഫോണിനകത്ത് ഉണ്ടാവുകയെന്ന് അറിയുന്നുണ്ട്. അതുപോലെ ഇൻ്റർണൽ മെമ്മറിയെക്കുറിച്ച് പറഞ്ഞാൽ 64, 128, 256 ഇങ്ങനെ 3 റോം വേരിയൻറ്റുകളും UFS 2.1 സപ്പോർട്ടായിരിക്കും ഈ ഒരു ഫോൺ ഉണ്ടാവുകയെന്നും അറിയുന്നു. 184 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് കൊണ്ട് തന്നെ തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ അതുകൊണ്ട് തന്നെ നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 2 നിറങ്ങളിലാണ് ഈ ഒരു ഫോൺ ലഭ്യമാവുക എന്നാണ് അറിയുന്നത്. ബ്ലൂ മാർബിൾ, ഗ്രേ ഓണിക്സ്, ഇങ്ങനെ 2 കളർ, അതായത് ബ്ലൂവും ഗ്രേയും. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ സാധാരണ OnePlus ഫോണുകളുടെ എല്ലാം ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓക്സിജൻ OS ആണ്. ഇതിൽ ഓക്സിജൻ OS ഉണ്ട്. അതുപോലെ Android 10 അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു ഫോണും പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പോർട്ടുകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ USB Type-C പോർട്ടാണ് ഇതിനകത്ത് ചാർജിങ്ങിനായിട്ട് നൽകിയിരിക്കുന്നത്. അതിൽ ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4115 mAh ബാറ്ററി, അത് ചാർജ് ചെയ്യാനായിട്ട് OnePlusൻ്റെ ടിപ്പിക്കൽ ചാർജറായിട്ടുള്ള 30T വാർപ്പ് ചാർജറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഓഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനൊരു ലീനിയർ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്, അതായത് മോണോ സ്പീക്കറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നതെന്ന് അറിയുന്നു. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും ഫേസ് അൺലോക്ക് സംവിധാനവും ഈ ഒരു ഫോണിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് 5G സപ്പോർട്ടുള്ള ഫോണാണ്. അതുപോലെ ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് OnePlus നോഡ് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ സാധാരണ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും കാണാത്ത NFC സപ്പോർട്ട് ഈ ഒരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമായിട്ട് എടുത്തു പറയണം. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ 6.44 ഇഞ്ചിൻ്റെ ഫ്ലൂയിഡ് AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത് എന്നറിയുന്നു. ഇതിനും കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട് എന്നറിയുന്നു. ക്യാമറ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ക്യാമറകൾ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ പ്രൈമറി ക്യാമറ വന്നിട്ട് 48 മെഗാ പിക്സലിൻ്റെ സോണി IMX586 എന്ന സെൻസറാണ്. ഈ ഒരു പ്രൈമറി ക്യാമറയ്ക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും അതുപോലെ ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും നൽകിയിട്ടുണ്ട് എന്ന് ഇതിൻ്റെ ഒരു ലോഞ്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വൈഡ് ആംഗിൾ ക്യാമറയായിട്ട് 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ നൽകിയിരിക്കുന്നു. മാക്രോ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് മാക്രോ ലെൻസായിട്ട് 2 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ നൽകിയിട്ടുണ്ട്. അതുപോലെ ഡെപ്ത് സെൻസ് ചെയ്യാനായിട്ട് ഒരു 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ 4 ക്യാമറകൾ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നൽകിയിരിക്കുമ്പോൾ സെൽഫി എടുക്കാനായിട്ട് 32 മെഗാ പിക്സലിൻ്റെ ഒരു ലെൻസും അതുപോലെ വൈഡ് ആംഗിൾ സെൽഫി എടുക്കാനായിട്ട് 8 മെഗാ പിക്സലിൻ്റെ ഒരു ലെൻസും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2 ക്യാമറകളാണ് ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേയിൽ സെൽഫി എടുക്കാനായിട്ട് നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും OnePlusൻ്റെ ഒരു ഫോണിൽ ഇത്തരത്തിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ഇതിൻ്റെ സെൽഫി എടുക്കുന്നതിനായിട്ട് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു ഫോണിൽ അതുകൊണ്ട് തന്നെ 4+2 6 ക്യാമറകൾ നൽകിയിട്ടുണ്ട്. ഇത്രയധികം ക്യാമറയായിട്ട് വരുന്ന OnePlusൻ്റെ ആദ്യ ഫോൺ എന്ന പ്രത്യേകതയും അതുകൊണ്ട് OnePlus നോഡിന് അവകാശപ്പെട്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ആദ്യമായിട്ടായിരിക്കും OnePlusൻ്റെ ഒരു സെൽഫി ക്യാമറ ഇത്രയും മെഗാ പിക്സൽ കൂടിയ ഒരു സെൻസർ നൽകുന്നത്. 32 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് നൽകിയിരിക്കുന്നത്. നേരത്തെയൊക്കെയുള്ള OnePlus 8 സീരീസിലെ മറ്റു ഫോണുകളിലുമൊക്കെ കേട്ട് വന്ന ഒരു പരാതി എന്ന് പറയുന്നത് എൻ്റെ സെൽഫി ക്യാമറ അത്ര കണ്ട് മികച്ചതല്ല എന്ന് പലരും പരാതി പറഞ്ഞു കേട്ടിട്ട് നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞതാണ്. എന്നാൽ ഇവിടെ 32 മെഗാ പിക്സൽ നൽകിക്കൊണ്ടാണ് ഫ്രണ്ട് ക്യാമറയിലെ സെൽഫി എടുക്കാനായിട്ട് പ്രൈമറി ക്യാമറ നൽകിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ്. അതുപോലെ ഇതിനകത്ത് വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4Kയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4Kയിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നേരത്തെ OnePlus 8 പ്രോയിലൊക്കെ ഉള്ളൊരു പോരായ്മയായിട്ട് പറഞ്ഞിരുന്നത് അതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ 1080pയിൽ മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. നമ്മളും റിവ്യൂവിൽ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതും ഇവിടെ OnePlus നോഡിൽ ആ ഒരു പ്രശ്നവും പരിഹരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ
ഇനി ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ് എല്ലാവരും കാത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ ഒരു ഫോണിൻ്റെ ലോഞ്ചിന് തൊട്ട് മുമ്പ് തന്നെ ഈ ഒരു പ്രൈസിങ്ങിനെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന നിലയിൽ ഒരു ഗസ് ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിരുന്നു. അപ്പോൾ അതിന് ആ പ്രൈസ് അറിയുന്നതിന് മുമ്പ് ആളുകളുടെ എങ്ങനെയായിരുന്നു ഒരു അഭിപ്രായം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ പ്രൈസ് അറിഞ്ഞതിന് ശേഷം പലരും ആ ഒരു കൃത്യമായ പ്രൈസ് വെച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നുണ്ട്. അതല്ല കാര്യം. ആ പ്രൈസ് അറിയുന്നതിന് മുമ്പ് ആളുകൾ ഏത് രീതിയിലായിരുന്നു OnePlus നോഡ് എന്ന ഫോണിൻ്റെ പ്രൈസിങ്ങിനോട് പ്രതികരിച്ചതെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ പ്രൈസ് എത്രയായിരിക്കും എന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ 20,000-ൽ താഴെ എന്ന് വോട്ട് ചെയ്ത 34% ആളുകളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 20,000-ൽ താഴെ ആയിരിക്കും OnePlus നോഡ് എന്ന ഫോണിൻ്റെ പ്രൈസിംഗ് എന്ന് ഒരുപാട് പേർ താല്പര്യപ്പെടുകയും അത് അത്തരത്തിൽ വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. 20,000-നും 25,000-നും ഇടയ്ക്ക് 33% പേരും 25,000-നും 30,000-നും ഇടയ്ക്ക് 23% പേര് വോട്ട് ചെയ്തിരുന്നു. 30,000-നും 40,000-നും ഇടയ്ക്കാണെന്ന് 6% പേരും 40,000-ന് മുകളിലാണ് പ്രൈസ് ഉണ്ടാവുകയെന്ന് 4% പേരും വോട്ട് ചെയ്തിരുന്നു. എന്ത് തന്നെയായാലും നമുക്ക് ഇനി ഫോണിൻ്റെ പ്രൈസിങ്ങിലോട്ടാണ് കടക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 3 വേരിയൻറ്റുകളാണ് ലഭ്യമാവുക. അതിനകത്തൊരു ഏറ്റവും കുറഞ്ഞ വേരിയൻ്റ് ഉണ്ട്, 6GB RAM 64GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 24,999 രൂപ എന്ന് പറയുന്ന മികച്ച പ്രൈസിങ്ങിലാണ്. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റ് ഇന്ത്യയിലേക്ക് വിൽപ്പന ആരംഭിക്കുന്നത് സെപ്റ്റംബറിൽ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ അതിനുവേണ്ടി ഇനിയും ഒരു മാസത്തിൽ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം കാണുന്നുണ്ട്. എന്നാൽ പിന്നീടുള്ള മിഡിൽ വേരിയൻ്റ് എന്ന് പറയുന്നത് 8GB RAM 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻ്റ് ആണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 27,999 രൂപയാണ്. അതുപോലെ ഹയർ വേരിയൻ്റ് എന്ന് പറയുന്നത് 12GB RAM 256GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 29,999 രൂപയാണ്. ഈ 2 വേരിയൻറ്റുകളും, അതായത് മിഡിൽ വേരിയൻറ്റും ഹയർ വേരിയൻറ്റും ആഗസ്റ്റ് 4 മുതൽ തന്നെ നമുക്ക് ആമസോൺ വഴി വാങ്ങാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ലോവർ വേരിയൻറ്റ് എനിക്ക് തോന്നുന്നു ആളുകളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് ആ ലോവർ വേരിയൻ്റാണ്. പക്ഷേ അതിനെ ലോവർ എന്നൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം ലോവർ വേരിയൻറ്റിൽ പോലും 6GB RAM ഇതിനകത്ത് നൽകിയിരിക്കുന്നുണ്ട്. 6GB RAM 64GB ആണ്. ഇതിൻ്റെ പ്രൈസ് 24,999 ആണ്. അതിനു വേണ്ടി നമ്മൾ സെപ്റ്റംബർ വരെ കാത്തിരിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്കിതിനകത്തൊരു ചെറിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ വിഭാഗത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. സാധാരണ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളുടെ ക്യാമറയിൽ മാത്രം ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകാറുള്ളൂ. സാധാരണ ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ് മിക്ക ഫോണുകളിലും നൽകാറ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ ഒരു പ്രൈസിങ്ങിൽ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് വേണം എടുത്തു പറയാൻ. നമ്മുടെ കൈകളിലേക്ക് OnePlus നോഡ് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു അൺബോക്സ് ചെയ്ത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും പിന്നീട് ഒരു റിവ്യൂവും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ പങ്കുവയ്ക്കും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ അത്തരം വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ആയിട്ട് ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ സേഫ്. ബൈ.